ഉൽപ്പത്തി 3:4. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. സർവശക്തനായ ദൈവം ആദമിനെയും ഹവ്വയെയും നിർമ്മിച്ചുണ്ടാക്കി ഏദനിലാക്കി. എന്നാൽ ദൈവമില്ലാതിരുന്ന സമയത്ത് കൗശലക്കാരനായ പാമ്പ് വന്നിട്ട് ഹവ്വയോട് ഹൃദ്യ സംഭാഷണം തുടങ്ങി. ഹവ്വ അതിന് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ദൈവം പറഞ്ഞത് തെറ്റാണെന്നും പാമ്പ് പറയുന്നതാണ് ശരിയെന്നും ഹവ്വയെ പാമ്പിന് വിശ്വസിപ്പിക്കാനായത്. അങ്ങനെ ഹവ്വയെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ പാമ്പിന് കഴിഞ്ഞു. ഇന്നും പലപ്പോഴും വചനത്തിൻ്റെ സത്യങ്ങൾക്കെതിരായി മാനവരാശി ഇങ്ങനെയാണ് നിൽക്കുന്നത്. വചനം പറയുന്നതിനേക്കാൾ സത്യവും നല്ലതും മറ്റു മനുഷ്യരും ലോകവ്യവസ്ഥിതിയും കള്ളപ്രവാചകന്മാരും ക്രിസ്തുവിൻ്റെ പേരെടുത്ത് വരുന്നവരുമൊക്കെ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. അതിനെ പിന്തുടരുന്നു. എന്നാൽ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിലനിന്നാൽ ഒരിക്കലും നാം നാശത്തിലേക്ക് പോകില്ല. അതുകൊണ്ട് പിശാചിൻ്റെ കള്ളത്തരങ്ങളെ വിശ്വസിക്കാതെ വചനത്തിൻ്റെ സത്യങ്ങളെ നമുക്ക് വിശ്വസിക്കാം. 2 കൊരിന്ത്യർ 11:3 എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലൻ ഇവിടെ വ്യാജ അപ്പോസ്തലന്മാരാൽ തെറ്റിപ്പോകുന്നവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ എങ്ങനെയും തെറ്റിച്ചു കളയുവാനായി പിശാച് അശ്രാന്ത പരിശ്രമം ചെയ്യുന്നു. വചനത്തെ പല രീതിയിൽ കൂട്ടിക്കളഞ്ഞ് അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ പലതും പ്രസംഗിക്കപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടാതിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിക്കപ്പെടാതെ വചനത്തിലെ സത്യത്തിൽ നിലനിൽക്കുവാൻ നമുക്കിടയാവട്ടെ. കേൾക്കുന്നതെല്ലാം സ്വീകരിക്കാതെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത് സ്വീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സത്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.